അതായത് രാവിലെ 5 മണി തൊട്ട് വൈകിട്ട് 8:30 മണി വരെ കട നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇച്ചിരി നേരത്തെ അടച്ചിട്ട് ഇന്ന് വേറൊരു വഴിക്ക് വരെ പോകണം. അതങ്ങനെ പോയിട്ട് പള്ളിയിൽ കയറിയിട്ട് ഇങ്ങനെ തിരിച്ചു വരുന്നുണ്ട്. ആ വളവിൽ നിൽക്കുന്നുണ്ട് നോക്കിയപ്പോൾ ഇവിടെ ഭയങ്കര ആൾക്കൂട്ടവും ബഹളവും കാണുന്നു. അപ്പോൾ കറണ്ടും ഇല്ല. അപ്പോൾ ഞാൻ വൈഫിനോട് പറയുകയും ചെയ്തു. പുറകേക്കുമ്പോൾ ഞാൻ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ വൈഫിനോട് പറഞ്ഞു ഇവിടെ ഭയങ്കര ആളും കൂട്ടവും കാണുന്നു, അതുകൊണ്ട് ഇവിടെ ആക്സിഡൻറ്റ് നടന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഫ്രണ്ടിലാണ് ഞാൻ പിന്നെ ഇവിടെ വന്ന പ്ലാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ കടയാണ് പോയെന്നുള്ളത്. പക്ഷേ ഞാനന്ന് നേരത്തെ അടച്ചത് കൊണ്ട് ലക്കായി. മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്നതിന് ഒരാഴ്ചയാവും. രണ്ട് സ്റ്റാഫുകളുണ്ട്, അവർക്കുള്ള ശമ്പളങ്ങൾ പെൻഡിങ് ആവും. പിന്നെ ഡെയിലിയുള്ള കച്ചവടങ്ങൾ എനിക്ക് ചില റോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ നിന്ന് പൈസകൾ കൊടുക്കുമ്പോഴത്തേക്കൊക്കെ ഉണ്ട്. ഇതെല്ലാം പെൻഡിങ് ആവും. അപ്പോൾ എന്താ ഇനി കണ്ടീഷൻ എന്നുള്ളത് ഇനി അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതിന് പോലീസിൽ നിന്ന് എന്താ തീരുമാനമാവുന്നത് വിളിച്ച് കോൺഫിഡൻസായി എന്താ സാധനങ്ങൾ അതുപോലെ ചെയ്ത് റിപ്പയർ ആക്കി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഓക്കെ. എന്തായാലും ഇത് മാക്സിമം ഒരു 4-5 ദിവസമെങ്കിലും എടുക്കും ഇത് വർക്കിംഗ് കണ്ടീഷൻ ആക്കി എടുക്കണം. നഷ്ടപരിഹാരം കിട്ടിയില്ലെങ്കിൽ നാളെ ഇത് ഇനി എത്ര ദിവസം വേണമെങ്കിലും ഇത് ഈ അവസ്ഥയിൽ കിടക്കത്തേ ഉള്ളൂ. കാരണം എൻ്റെ സാമ്പത്തികമായിട്ട് എടുക്കാനില്ല. നഷ്ടപരിഹാരം തന്നേ പറ്റൂ. പിന്നെ എൻ്റെ വണ്ടിയുണ്ട്, ഒരു 2 വീലർ അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് 2 വണ്ടി ഉണ്ടായിരുന്നു. ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് ഞാൻ പോയ, ഒരു വണ്ടി സൈഡ് വണ്ടി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ആ വണ്ടിയും ജാമായിരിക്കുകയാണ്. നാളെ അറിയാൻ പറ്റത്തുള്ളൂ അതിപ്പോൾ എന്തോ കണ്ടീഷനാണ്. ഓടിക്കും ഈ കാർ മാറിയെങ്കിലേ ആ വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഇരിക്കുക. പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട്, ഡാമേജ് ഉണ്ട്. എൻ്റെ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊറോട്ട കല്ല്. അതാണ് എൻ്റെ ആ പൊറോട്ട കല്ല് മൊത്തം ഡാമേജ് ആയിട്ടുണ്ട്. ഇത് അടൂർ ഭാഗത്തുനിന്ന് വന്ന വണ്ടി.